സമൂഹ മാധ്യമങ്ങളിൽ കലാപാഹ്വാനം നടത്തിയ വ്ലോഗർക്കെതിരെ കേസ്. ഓക്കെ അനാഷ് എന്ന മുഹമ്മദ് അനസിനെതിരെയാണ് ഫറൂഖ് പോലീസ് കേസെടുത്തത്. ഡൽഹിയിൽ പോയി പോലീസുകാരെ ആക്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്ത വീഡിയോ പോസ്റ്റ് ചെയ്തതിനാണ് നടപടി. നേപ്പാൾ, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ പോലെ ഭരണഘടന കത്തിക്കണമെന്നും പാർലമെന്റ് കത്തിക്കാനുള്ള അവസരമാണിതെന്നും വീഡിയോയിൽ അനസ് പറഞ്ഞതാണ് എഫ്ഐആർ പറയുന്നത്. വിവരങ്ങളുമായി രമ്യ ദാസ് ചെയ്തുകൊണ്ട്. രമ്യ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഭരണഘടന കത്തിക്കുക അല്ലെങ്കിൽ ഡൽഹിയിൽ പോയി പോലീസിനെ ആക്രമിക്കുക എന്ന തരത്തിലടക്കമുള്ള ഭീഷണി സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കുന്നു. കലാപാഹ്വാനത്തിന് കോപ്പുകൂട്ടുന്ന മുഹമ്മദ് അനാസ് ആരാണ്? എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ രമ്യ. അശ്വതി, ഈ ഡൽഹിയിലെ പ്രതിഷേധത്തിനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു മലയാളി ബ്ലോഗറായിട്ടുള്ള, അതായത് ഫറൂഖ് സ്വദേശിയായിട്ടുള്ള ഓക്കെ അനാഷ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അനാഷാണ് ഇത്തരത്തിലൊരു പ്രകോപനപരമായ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അതായത് ഈ കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഫറൂഖ് പോലീസ് ഇയാൾക്കെതിരെ കേസെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഡൽഹിയിൽ നടക്കുന്ന ഈ പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ട് പോലീസുകാരെ ആക്രമിക്കണം, കൂടാതെ തന്നെ അത്തരത്തിൽ ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിൽ രാജ്യദ്രോഹ വീഡിയോ ആയിരുന്നു ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഈ നേപ്പാൾ, അതുപോലെ തന്നെ ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെല്ലാം പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡൽഹിയിലെ പ്രതിഷേധത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കണമെന്നും പോലീസുകാരെ ആക്രമിക്കണമെന്നും പാർലമെന്റും അതുപോലെ തന്നെ ഭരണഘടനയും എല്ലാം കത്തിക്കണമെന്നുള്ള രാജ്യദ്രോഹപരമായ ഒരു സന്ദേശമാണ് ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പങ്കുവച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഈ വീഡിയോ എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുന്നു. തുടർന്നാണ് BJP പ്രവർത്തകർ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസിൽ പരാതി നൽകുന്നത്. നിലവിൽ ഈ ഫറൂഖ് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ വൈറലാവുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധമെല്ലാം ഉണ്ടാകുകയെല്ലാം ചെയ്തപ്പോൾ ഈ വീഡിയോ പിൻവലിച്ചുകൊണ്ട് ഒരു ക്ഷമാപണം നടത്തുന്ന രീതിയിലേക്കെല്ലാം അനസ് മാറിയിരുന്നു. പക്ഷേ ഈ വിഷയം ഏറെ ഗൗരവമുള്ളതാണ് എന്ന് തന്നെയാണ് പോലീസ് നോക്കിക്കാണുന്നത്. കാരണം രാജ്യദ്രോഹപരമായ കാര്യമാണ് ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് പറയാം. കാരണം പാർലമെന്റ് കത്തിക്കണം, അതുപോലെ ഭരണഘടന കത്തിക്കണം, പോലീസുകാരെ ആക്രമിക്കണം തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഈ സമൂഹ മാധ്യമത്തിലൂടെ ഇയാൾ സന്ദേശം ജനങ്ങൾക്കായി നൽകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ തുടർ നടപടിയുമായി അനസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ള തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വളരെ ഗൗരവമായി തന്നെയാണ് ഫറൂഖ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നടപടികൾ എടുത്തിട്ടുള്ളതും. അശ്വതി. ശരി രമ്യ, വിവരങ്ങൾ വ്യക്തമാണ്. സമൂഹ മാധ്യമങ്ങളിൽ കലാപാഹ്വാനം നടത്തിയ ബ്ലോഗർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഓക്കെ അനാഷ് എന്ന മുഹമ്മദ് അനസിനെതിരെയാണ് ഇപ്പോൾ ഫറൂഖ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗുരുതരമായ വെല്ലുവിളികളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രതി നടത്തിയിരിക്കുന്നത്. എല്ലാം നിർണായക വകുപ്പുകൾ ചുമത്തിയെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി രമ്യ ദാസ്.